സ്കൂള് വിട്ട് ഞാൻ കടയിൽ എത്തിയിട്ടോ. നല്ല പെരു മഴയായിരുന്നു. പാറുമോൾ അച്ചുമോനും വരാനുണ്ട്. പാറുമോൾ സ്കൂൾ ബസ്സിലാണല്ലോ. പാറുമോളുടെ സ്കൂൾ ബസ് വരാൻ സമയമായപ്പോൾ ഞാനൊരു കുടയെടുത്ത് അവിടെ അങ്ങനെ വന്ന് നിന്ന്. സ്കൂൾ ബസ്സാണെങ്കിൽ കാണാനും ഇല്ല കേട്ടോ. കടയിലേക്കൊക്കെ ഇതേ മഴ അങ്ങനെ തൂവാലടിക്കുന്നുണ്ട്. നന്നാക്കിയിട്ട കൂർക്കലേക്ക് ഞാനങ്ങനെ നോക്കി കുറച്ചെടുത്ത് കൊണ്ടായാലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ സ്കൂൾ ബസ്സിൽ പോയ പാറുമോൾ ഇതേ ടൂറിസ്റ്റ് ബസ്സിൽ വരുന്നു. സ്കൂൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. സ്കൂളുകാരൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. തുടക്കത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ പാറുമോൾ അങ്ങനെ വന്നിറങ്ങി. പാറുമോളുടെ ബസ് ഇതേ പുറകെ വന്നു. കുറേ കഴിഞ്ഞ് അച്ചുമോൻ ബസ്സിലും വന്നിറങ്ങിയിട്ടാ. അങ്ങനെ കാത്തുനിന്ന് വിഷമിച്ച് ഞങ്ങൾക്ക് വിശന്നിട്ട് പോയ കേസ്. അങ്ങനെ എന്തായാലും അപ്പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴയാണല്ലോ. 6 മണിയൊക്കെ ആയി വീട്ടിലെത്തുമ്പോട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. ആദ്യം ഒരു സ്റ്റുഡിയോയിൽ പോയി അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന കേസ്. അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കണം. പാറുമോളുടെ അച്ചുമോൻ്റെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ സ്കൂളിലേക്കാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ പാറുമോൾ കിട്ടിയ പൗഡറൊക്കെ എടുത്ത് പൂശുന്നുണ്ട് കേട്ടോ. മുഖത്ത് മാത്രമല്ല കുറച്ച് മുടിയിൽ ഇട്ട് വെറുതെ കിട്ടുന്ന പൗഡറല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ അച്ചുമോനും പാറുമോളും ഇവിടെ പൊരിഞ്ഞ മേക്കപ്പാണേ. അങ്ങനെ പാറുമോള് പൗഡറൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ മുടിയൊക്കെ ചീകി കൊടുത്തു. പാവം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫോട്ടോ എടുക്കണ്ടല്ലോ. അങ്ങനെ അച്ചുമോന് പാറുമോള് റെഡിയായി. അവസാനം ഞാൻ മുടിയൊക്കെ ചീകി കൊടുത്തിട്ടോ. പാറുമോൾക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഭംഗി പിടിക്കില്ല. അവൾക്ക് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു വിധമായപ്പോൾ പാറുമോളുടെ ഫോട്ടോ എടുക്കൽ അങ്ങോട്ട് കഴിഞ്ഞ് ഇനി അച്ചുമോൻ്റെ സ്കൂളിലേക്ക് ഫോട്ടോ വേണമെന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലമുള്ള ഒരു പതിവാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ പാറുമോളുടെ എടുത്ത് കഴിഞ്ഞ് അച്ചുമോൻ്റെ എടുക്കുകയാണ്. അച്ചുമോൻ്റെ തല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ മേടിക്കാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെയും ഫോട്ടോ കിട്ടി ഗൈസ്. നല്ല ഭംഗിയുണ്ടോ പാറുമോളെ കാണാൻ? ഭംഗിയുണ്ടോ പാറു? നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പാറുമോളുടെ അച്ചുമോൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയും കൊണ്ട് വരിക എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ. അങ്ങനെ മഴ കണ്ടപ്പോൾ പാറുവിന് ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. പാറുമോളുടെ വിചാരം പിറ്റേ ദിവസം സ്കൂൾ മുടക്ക് കിട്ടുന്നതാണ്. ആ ഒരു സന്തോഷത്തിലാണ് പാറുമോൾ പോകുന്നത്. പക്ഷെ മുടക്കൊന്നുമില്ല കേട്ടോ. കാരണം ചാലുകളൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ബാഗുകളൊക്കെ ഉള്ളതുകൊണ്ട് നനയെന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട്. എങ്കിലും ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ഒരു 6 മണിയായപ്പോൾ വീടെത്തി.